ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു വട്ടം കൂടി ദൈവത്തിൻ്റെ തൃപ്പാദപീഠത്തിലേക്ക് ഒന്നിച്ചു വരുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ അവസരം ഒരുക്കി തന്ന സെൻട്രൽ PYPയോടുള്ള ഹൃദയംഗമായുള്ള നന്ദിയെ അറിയിക്കുന്നു. ഇന്നത്തെ വചന ചിന്തയ്ക്കായി ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ നല്ല പിതാവേ, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഒരിക്കൽ കൂടി അടുത്തു വരുന്നു. കർത്താവേ, ദൈവമേ, ഈ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ അതിനെ ബലപ്പെടുത്തണമെന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചരണം കേട്ടതിനായ സ്തോത്രം. യേശു കർത്താവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. മർക്കോസിൻ്റെ സുവിശേഷം മർക്കോസ് എഴുതിയതെന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. മറ്റെല്ലാ സുവിശേഷങ്ങളിലും വെച്ച് മർക്കോസിൻ്റെ സുവിശേഷം ഏറ്റവും ചെറുതാണെങ്കിലും മറ്റ് സുവിശേഷങ്ങളെക്കാൾ കൂടുതൽ വിവരണം പല സംഭവങ്ങൾക്കും ഇതിലുണ്ട്. യേശുവിൻ്റെ ഉപദേശങ്ങളെക്കാൾ അവൻ്റെ സേവനത്തിന് പ്രാമുഖ്യം നൽകുന്ന സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വചനം വായിച്ചപ്പോൾ ഇതിൻ്റെ സംഭവ വികാസങ്ങൾ എന്തെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു പറ്റം യുവജനങ്ങളുടെ മധ്യത്തിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി ധാരണയുണ്ട്. എന്നാൽ ഞാൻ ഈ സംഭവത്തെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു കർത്താവ് തൻ്റെ പരശുശൂഷ കാലഘട്ടത്തിൽ ഗന്നസരത്തെ തടാകത്തിൽ വെച്ച് അനേക ജനത്തെ അഭിസംബോധന ചെയ്യുകയും അവർക്ക് വേണ്ടുന്നതായ ദൂതുകളെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്നതായ ഉപദേശങ്ങളെ നൽകുന്നതായി നമ്മൾ കാണുവാനിടയായി തീരും. അവിടെ വെച്ച് കർത്താവായ യേശു കർത്താവ് ആ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് അക്കരെ വേറൊരു ദേശത്തേക്ക് കടന്നു പോകാം എന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു സന്ദർഭമാണ് നമ്മളിവിടെ കാണുവാനിടയാകുന്നത്. ആ പറയുന്ന സെക്കൻഡിൽ തന്നെ തൻ്റെ ശിഷ്യന്മാർ പടകിൽ കടലിൽ ഒക്കെ പ്രാവീണ്യമുള്ള തൻ്റെ ശിഷ്യന്മാർ അവനെ ഇരുന്ന പാടെ തന്നെ അവൻ ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഇടയായി എന്ന് നമുക്ക് കാണുവാനിടയായും. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് കാണുവാനിടയാവും. നമ്മളോട് ദൈവം ഒരു വഴി അല്ലെങ്കിൽ ഒരു പ്രദേശത്തേക്ക് പോകുവാൻ നമ്മളോട് കൽപ്പിച്ചാൽ ആ പ്രദേശത്തേക്ക് പോകുവാൻ അല്ലെങ്കിൽ ആ കാര്യം ചെയ്യുവാൻ നമ്മൾ സന്നദ്ധരായി തീരണം എന്ന് ഞാൻ ഈ നിമിഷത്തിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ തന്നെ ദൈവത്തിനെ ഏൽപ്പിക്കുന്നുവെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നമ്മളിൽ കഴിയുന്നതിലും അധികമായി നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്നുവെങ്കിലും നമ്മൾ പോകുന്ന വഴികൾ എങ്ങനെയുള്ളത് എന്ന് നമ്മുടെ കർത്താവിന് വ്യക്തമായി അറിയാം എന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കട്ടെ. കാരണം ദൈവം അവരോട് പറഞ്ഞു, അടുത്ത ദേശത്തേക്ക് അല്ലെ ഗദര ദേശത്തേക്ക് പടക് നീക്കുക അല്ലെങ്കിൽ പോവുക എന്ന് പറയുമ്പോൾ ആ യാത്ര ഒരിക്കലും സുഖകരം ആയിരുന്നില്ല എന്ന് തുടർന്നുള്ള വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ആ വേദഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു: അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് പറയുന്ന ഒരു പദമാണ്, ദൈവസന്നിധിയിലേക്ക് വരൂ, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ പ്രതിസന്ധികളെല്ലാം ദൈവം മാറ്റും, നിന്നെ അനുഗ്രഹിക്കുമെന്ന്. എന്നാൽ ഞാൻ പറയുന്നു, ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് നന്മയുണ്ടാകും, അനുഗ്രഹം ലഭിക്കും. എന്നാൽ തന്നെയും നമുക്കും പ്രയാസവും പ്രതിസന്ധികളും നേരിടുവാനിടയായി തീരും. ഒരു ചുഴലിക്കാറ്റ് ദൈവമില്ലാഞ്ഞിട്ടല്ല, എന്നാൽ ദൈവം ഉണ്ടായിട്ടും ആ പടകിൽ അടിക്കുവാനിടയായി തീർന്നു. നമ്മുടെ വിശ്വാസം ദൈവത്തിൽ എത്ര വയ്ക്കുന്നു എന്ന് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മളെ തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. നമ്മൾ ദൈവത്തെ അറിയുന്നുവെങ്കിൽ, നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുവെങ്കിൽ, അവൻ ഏൽപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ അതിശക്തമായി തന്നെ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ അനേക കടലിലും തിരയിലുമൊക്കെ നല്ല പ്രാഗൽഭ്യമുള്ള തൻ്റെ ശിഷ്യന്മാർ പോലും ആ ചുഴലിക്കാറ്റിൽ
ഭയന്നു പോകുവാനിടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനിടയായി തീരും. അവസാന നിമിഷം അവർ ദൈവത്തിലേക്ക് തിരുവാനിടയായി തീരും. ഇവർ കണ്ടതല്ലേ ഈ ദൈവം അനേക വ്യക്തികളെ സൗഖ്യമാക്കുന്നത്, അനേക രോഗികൾക്ക് സൗഖ്യം നൽകുന്നത്. എങ്കിലും ഇവരുടെ മുൻപിൽ ആ നിമിഷത്ത് ദൈവത്തെ മറന്നു പോകുവാനിടയായി തീർന്നു. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയുന്നുവെങ്കിൽ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കും, നമ്മൾ പൂർണ്ണമായി ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം അവിടെ അത്ഭുതം ചെയ്യുവാനിടയായി നമുക്ക് തുടർന്ന് ആ ഭാഗത്തിൽ കാണുവാനിടയായി തീരും. തന്റെ ശിഷ്യന്മാർ ദൈവത്തെ വിളിച്ചപ്പോൾ ദൈവം അവിടെ, എൻ്റെ കർത്താവ്, യേശു കർത്താവ്, അമരത്ത് തലയിണ വെച്ച് കിടന്നുറങ്ങിയ കർത്താവ് അവിടെ എഴുന്നേൽക്കുവാൻ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ ഇടയായി എന്ന് കാണുവാനിടയായി തീർന്നു. ശിഷ്യന്മാർ ഇത്രയും അത്ഭുതം ചെയ്ത ദൈവം, തൻ്റെ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷാവേലയിൽ അത്ഭുതങ്ങൾ ചെയ്തുവെങ്കിലും അത്ഭുതങ്ങൾ കണ്ട ശിഷ്യന്മാർ ഒരു വട്ടം കൂടി ദൈവത്തിൽ ഭയപ്പെടുവാനിടയായി തീർന്നു. ഈ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആറ് എന്ന് അവർ ചോദിക്കുവാനിടയായതായി നമുക്ക് കാണുവാനിടയായി തീരും. നമ്മളും അറിയുക, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ പ്രകൃതിയിന്മേലും അതിൽ ഓരോ അവസ്ഥയിലും ദൈവം നമ്മളെ കരുതുവാനിടയായി തീരും. ഇതിനോടനുബന്ധിച്ച് ഞാൻ വേറൊരു കാര്യത്തെ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ഒരു വ്യക്തിയുടെ കാര്യം കൂടി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് യോനയെ ദൈവം ഒരു അരുളപ്പാട് കൊടുത്ത്, എന്താണ് കൊടുത്തത്? നീ ചെന്ന് മഹാനഗരമായ നിനവേയിൽ അവർക്ക് വരുവാനിരിക്കുന്ന പ്രശ്നത്തെ അറിയിക്കുവാൻ, നമ്മുടെ നിനവേയിൽ അറിയിക്കുവാൻ യോനയെ ദൈവം വിളിക്കുവാനിടയായി തീർന്നു. എന്നാലും നമ്മളും യോനയെ പോലെയാണ്. ചില നിമിഷങ്ങൾ ദൈവം നമ്മളെ വിളിക്കും, എന്നാൽ നമ്മൾ പലപ്പോഴും അതിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമ്മൾ പലപ്പോഴും വൈമുഖ്യം കാണിക്കുന്നതായി നമുക്ക് കാണുവാനിടയായി തീരും. ദൈവം നമ്മളെ വിളിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരായി തീരാൻ ഇടയാകണം. യോനയെ ദൈവം വിളിച്ചു, എന്നാൽ യോന നിനവിയിലേക്ക് പോകാതെ, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ താൻ ചെന്ന് പടകിൽ കയറി. എന്നാൽ കയറിയ പടക് നമുക്ക് കാണുവാനിടയാകും അത് തർശീശിലേക്കുള്ള ഒരു കപ്പലിൽ യോന കയറുവാനിടയായിത്തീരുന്നു. ഞാൻ ദൈവമക്കളായി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, നമ്മളോട് ദൈവം ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മളെ കൊണ്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ആ ആവശ്യത്തിന്മേൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുവോ ആ കാര്യത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ യാത്ര അത് സുഖകരമാകും. നമ്മുടെ യാത്രയിൽ പ്രയാസമുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തി നമുക്ക് തരുമെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. യോന തൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തു. അതാണ് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ ഇരുന്നത്. ഈ കാരണത്താൽ യോനയ്ക്ക് ഒരു പേരൂടെ ലഭിച്ചു. അനുസരണം കെട്ട പ്രവാചകൻ എന്ന ദുഷ്പേരും യോനയ്ക്ക് ലഭിക്കുവാനിടയായി തീർന്നു. യോനയെ ദൈവം അവിടെ വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ യോനയെ ദൈവം വിളിച്ചു, എന്നാൽ യോന പോയില്ല. എന്നാൽ നമ്മളെ വിളിച്ച ദൈവം സർവശക്തനായ ദൈവമെന്ന് യോന ഒരു നിമിഷത്തേക്ക് മറന്നുപോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുവാനിടയാകുന്നു. കാരണം നിന്റെ ദൈവം ആര് എന്ന് നീ മനസ്സിലാക്കണം. കാറ്റിനെയും കടലിനെയും കൂടി അടക്കി വാഴുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ വിളിക്കുന്ന ദൈവം ശക്തനായ ബലവാനായ ഒരു ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ഇടയായിത്തീരും. ഇവിടെയും യോനയുടെ പടകിൽ അവൻ്റെ യാത്ര അവന് അനുയോജ്യമായ തലത്തിലൂടെ പോയെങ്കിലും ദൈവം അവനെ പിടിക്കുവാനിടയായി തീർന്നു. നിങ്ങൾക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും, അവൻ്റെ പടകിലും ഒരു ചുഴലിക്കാറ്റ് വീശുവാനിടയായി തീർന്നു. അവൻ സഞ്ചരിച്ച പടകിൽ അനേക വ്യക്തികൾ മറ്റ് മതസ്ഥർ ഒക്കെ സന്തോഷത്തോടെ അവരുടെ യാത്ര തിരിച്ചതാണ്. എന്നാൽ കടലിൻ്റെ മധ്യത്തിൽ വെച്ച് ഒരു അനർത്ഥം അവരെ പിടിപെടുവാനിടയായി തീർന്നു. ചുഴലിക്കാറ്റ് അതികഠിനമായി പിടിച്ചപ്പോൾ അവരുടെ പടക് മുങ്ങുമാറായി. എന്നാൽ നിങ്ങൾ യോനയെ ശ്രദ്ധിക്കണം. യോന ഇതൊന്നും അറിയാതെ തൻ്റെ പടകിൻ്റെ അടിയിൽ
സ്വസ്ഥമായി കിടന്നുറങ്ങുന്നു എന്ന് ആ വേദഭാഗത്തിൽ നമുക്ക് കാണുവാനിടയായി തീർന്നു. യോനയുടെ പുസ്തകം 1-ാം അധ്യായം അതിലെ അവസാന വേദഭാഗത്തിൽ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. യോന അവിടെ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നു. എന്നാൽ ഒരു പറ്റം ജനത നിലവിളിക്കുന്നു. അവരുടെ ദേവനെ, അവരുടെ ദേവിയെ, അല്ലെങ്കിൽ മറ്റ് അവരുടെ വിശ്വാസത്തെ അവർ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തെ വിളിക്കുന്നതായി നമുക്ക് കാണുവാനിടയായി തീരും. എന്നാൽ ഇവർ അവസാന കയ്യിൽ അവർ ചീട്ടിടുവാൻ ഇടയായി തീർന്നു. ഈ പ്രശ്നത്തിൻ്റെ കാരണഭൂതൻ ആര് എന്ന് കണ്ടെത്തുവാനായി അവർ അവിടെ ചീട്ടിടുവാനിടയായി തീർന്നു. എന്നാൽ ദൈവം അവനെ വിളിച്ചത് വെറുതെ അല്ല എന്ന് അവന് മാത്രമല്ല, അവൻ സഞ്ചരിച്ച പടകിലെ വ്യക്തികൾക്ക് കൂടി ദൈവം അത്ഭുതകരമായി മനസ്സിലാക്കുവാനിടയായി തീർന്നു. അപ്പോൾ യോനയെ ഇവർ കണ്ടെത്തി. യോനയോട് കാര്യങ്ങൾ, നീ എവിടെ നിന്ന് വന്നു, നീ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പ്രകാരം നിനവിലേക്ക് പുറപ്പെട്ടതാണ്, എങ്കിൽ ഞാൻ മുഖേനമാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോൾ യോന തന്നെ നിർദ്ദേശിക്കുവാനിടയായി തീർന്നു, എന്നെ എടുത്ത് കടലിൽ എറിഞ്ഞു കളക. അപ്പോൾ ആ ജനത ആ ദൈവത്തിൽ ഭയപ്പെടുവാനിടയായി തീർന്നു. ആ ദൈവത്തിൻ്റെ ശക്തി, ദൈവമാര് എന്ന ശക്തിയോടെ യോന അവരുടെ മുൻപിൽ ഒരു സാക്ഷ്യമായി തീരുവാനിടയായി തീരുകയാണ്. അതുപോലെ തന്നെ യോന കടലിൽ എറിയപ്പെട്ടു. എന്നാൽ നമ്മുടെ ദൈവം, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ ഒരു കടലിലേക്ക് അല്ലെങ്കിൽ ഒരു വെള്ളത്തിലേക്ക് ഒരുത്തനെ എറിയുമ്പോൾ അവൻ അവിടെ ഒരു പ്രതീക്ഷയില്ലാതെ അവൻ്റെ പ്രതീക്ഷ മുഴുവൻ നശിക്കപ്പെട്ട് വെള്ളത്തിലേക്ക് വീഴുകയാണ്. എന്നാൽ ആ പ്രതീക്ഷയെ, ആ പ്രയാസത്തെ അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യുവാനായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു മത്സ്യത്തെ, അല്ലെ യോനയ്ക്ക് വേണ്ടി ഒരു മത്സ്യത്തെ അവിടെ കണ്ടെത്തുവാനിടയായി തീർന്നു. ആ മത്സ്യം അവനെ വിഴുങ്ങുവാനിടയായി തീർന്നു. അങ്ങനെ യോന തൻ്റെ ജീവിതത്തിൽ 3 രാവും 3 പകലും ഒരു വലിയ മത്സ്യത്തിൻ്റെ ഉള്ളിൽ രാപ്പാർക്കുവാനിടയായി തീർന്നു. സമുദ്രത്തിൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ ഒരു മത്സ്യത്തിൻ്റെ ഉള്ളിൽ തണുത്ത അവസ്ഥയിൽ യോന ചുട്ടെരിയുന്നവനായി മീനിൻ്റെ ഉള്ളിലെ ആസിഡും മറ്റു കാര്യങ്ങളൊക്കെ മുഖേന അവൻ വെന്തെരിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുവാനിടയായി. അവിടെ വെച്ച് യോന ദൈവത്തോട് പ്രാർത്ഥിച്ചു. വീണ്ടും ദൈവം യോനയെ ആ നിയോഗത്തിനെ നിനവയിലേക്ക് അയച്ചു. ആര് മുഖേന? ആ മഹാമത്സ്യ മുഖേന. നീ അറിയണം, നിന്നെ വിടുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അത് സർവ്വചരാചരങ്ങളെയും ഭരിക്കുന്ന, സർവ്വചരാചരങ്ങളെയും അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നീ ആണ് എന്നുള്ള വിശ്വാസം നിനക്ക് ഓരോ നിമിഷവും ഉണ്ടാകണം. നിന്റെ സഞ്ചാരം, നിന്റെ പാത, നിന്റെ യാത്ര അത് ദൈവ നിയോഗപ്രകാരമാകണമെന്ന് ഞാൻ ഈ യോനയുടെ സന്ദർഭം വെച്ച് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ദൈവം വിളിച്ചുവെങ്കിൽ, നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ ദൈവം നിങ്ങൾക്കൊരു പാത ഒരുക്കിയിട്ടുണ്ട്. ആ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ഈ 2 ഭാഗവും ഒന്ന് തന്നെയാണ് പറയുന്നത്. ഒരു യാത്ര. യോന 3 ദിവസം മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്ന് വെന്തുരുകി മരിച്ചു. അവസാനം യോന നിനവയിൽ വന്നു, നിനവയിലെ ജനത്തോട് സുവിശേഷം അറിയിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, യോനയെ ദൈവം വിളിച്ചപ്പോൾ ഒരു രക്ഷ എന്ന് പറയുമ്പോൾ 1,20,000 പേർ ജനത്തെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പിന്, അവരുടെ പ്രയാസത്തിൽ മധ്യത്തിൽ അവരെ വീണ്ടെടുക്കുവാൻ, അവരുടെ ആ ദേശത്തെ തന്നെ മുഴുവനായി സംരക്ഷിക്കുവാനായി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ യേശു കർത്താവും പാപികളായ നമ്മളെ രക്ഷിക്കാനായി ഈ ഭൂലോകത്തിൽ വന്നു, പൂജാതനായി തൻ്റെ അവസാന തുള്ളി രക്തം വരെയും കാൽവറിയിൽ യാഗമായി തീർന്നു. നമുക്ക് വേണ്ടി ഇന്നും ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി സ്വർഗോന്നതങ്ങളിൽ നമുക്ക് വേണ്ടി അധിവസിക്കുന്ന ദൈവത്തിനെ നമ്മൾ വിശ്വസിക്കുന്നത്. യോന നിന്നതുപോലെ യേശു കർത്താവും തൻ്റെ ജീവിതത്തിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു.
നമ്മളെ രക്ഷിച്ചതുപോലെ യോനയും തൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആ സുവിശേഷം അവരെ അറിയിച്ചപ്പോൾ, ദൈവം കൊടുത്ത അരുളപ്പാട് അറിയിച്ചപ്പോൾ ഒരു സമൂഹം തന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ജനതയെ ഈ വിഷയം അറിയിച്ചപ്പോൾ ആ ജനത ഒന്ന് ചേർന്ന് ദൈവത്തിലേക്ക് കരയുവാനിടയായി തീർന്നു. നിങ്ങൾക്ക് ആ കാണുവാനിടയാകും. യോനയുടെ അവസാന 3-ാം അധ്യായത്തിൽ നിന്ന് കാണുവാനിടയാകും. രാജാവ് പറഞ്ഞു, നിങ്ങൾ ചെറുതു മുതൽ ഉയരങ്ങളിൽ വരെ ഉപവാസം എടുക്കണം, നിങ്ങൾ ദൈവത്തോട് അടുത്തു വരിക, ദൈവം നിങ്ങളെ വിടുവിക്കും. ഈ കാരണത്താൽ ഒരു ജനത രക്ഷിക്കപ്പെട്ടു, ഒരു ജനത രക്ഷപ്പെട്ടു എന്ന് കാണുവാനിടയായി തീരും. നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഈ 2 വേദഭാഗവും ഒരു യാത്ര. ആ യാത്ര ദൈവത്തിലേക്കാകുന്നുവെങ്കിൽ, ദൈവം വിളിക്കുന്നത് പോലെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം നിങ്ങളെ ശക്തിയോടെ ഉപയോഗിക്കുവാനിടയായിത്തീരും. നിങ്ങളുടെ യാത്ര നിങ്ങൾ ദൈവത്തിനായി മാറ്റിവെക്കണമെന്ന് പറയുന്നു. ഞാൻ പറയുവാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ നിങ്ങളെ ഈ വചനത്താൽ ദൈവം എന്നെയും എന്നെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ സന്ദേശം ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന ഈ പ്രിയ സെൻട്രൽ PAPയോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ അവസരം ഒരുക്കി തന്ന പ്രിയ ഹോസ്റ്റ് ചെയ്യുന്ന കെബിച്ചായനോടും ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത ആശിഷ, മറ്റ് PAP ഭാരവാഹികളോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.